ടീമും കേരളത്തിൽ എത്തുമെന്നുമായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത്. അത് കഴിഞ്ഞ അടുത്ത ശ്രദ്ധിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 4 ഈ സെപ്റ്റംബർ 4 നമ്മുടെ അർജന്റീനൻ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും സംഘവും സ്പെയിനിലേക്ക് യാത്ര തിരിച്ചത്. അത് കഴിഞ്ഞ് നവംബർ 20 മെസ്സിയും സംഘവും കേരളത്തിൽ വരുന്നത് ഉറപ്പായി എന്ന് കായിക മന്ത്രി നമ്മളോട് പറഞ്ഞു. 1.5 മാസത്തിനകം അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ കേരളം സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ വർഷത്തിലേക്ക് വന്നാൽ ജനുവരി 12 ഒക്ടോബർ 25 മെസ്സി കേരളത്തിലെത്തും. നവംബർ 2 വരെ കേരളത്തിൽ ഉണ്ടാകുമെന്നും മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. 2025 ജനുവരി 12. അത് കഴിഞ്ഞ് ജൂൺ 6 അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും. അതിനുശേഷം ഈ സംയുക്തമായി മത്സരങ്ങളൊക്കെ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറയുകയാണ്. 2025 മെയ് 16 അല്പം കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ പണം അടച്ചാൽ മാത്രമാണ് മത്സരം നടക്കുകയെന്ന് മന്ത്രിയുടെ സ്വരം മാറുന്നു. എന്നാൽ മത്സരം നടക്കുന്ന തീയതി എന്നാണ് എന്നറിയാതെ പണം അടയ്ക്കാനാകില്ല എന്നാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MD ആൻഡോ അഗസ്റ്റിൻ അന്ന് അറിയിച്ചത്. പിന്നെ 2025 ഓഗസ്റ്റിന്, അതായത് ഈ മാസം, മെസ്സിയും ടീമും കേരളത്തിലേക്ക് ഈ വർഷം, അതായത് 2025 വരില്ല എന്ന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. അടുത്ത വർഷം, അതായത് 2026 വരാമെന്നാണ് അർജന്റീന ടീം അറിയിക്കുന്നത്. ആ ഒരു നിലപാട് സ്വീകാര്യമല്ല എന്ന് മന്ത്രി പറയുകയും ചെയ്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു തീയതി ഇന്നാണ്, ഓഗസ്റ്റ് 9. ഇന്ന് മെസ്സി കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നല്ലോ, പണം അടച്ചതാണല്ലോ. ആ കരാർ ലംഘിച്ചത് കേരളമാണെന്ന് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ച ദിവസം കൂടിയാണ്. ഇതാണ് മെസ്സി വരും കേട്ടോ എന്നയുടെ ഒരു ചരിത്രം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അല്ലാതെ മന്ത്രിസഭയിലെ മറ്റാരും ഈ വിഷയം ഏറ്റുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആവർത്തിച്ച് മെസ്സി വരുമെന്ന് പറഞ്ഞത് കായിക മന്ത്രിയാണ്. ലോകത്ത് തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന, മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അവർ 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. ഈ മെസ്സി വരും കേട്ടോ എപ്പിസോഡിൽ ഇന്ന് നിർണായകമായൊരു ഡെവലപ്മെന്റ് ഉണ്ടായ ദിവസമാണ്. കരാറിൽ നിന്ന് പിന്മാറിയത് കേരള സർക്കാർ എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാർക്കറ്റിംഗ് ഹെഡ് പറഞ്ഞു. ഒരു സ്പോർട്സ് ലേഖകനോടാണ് AFAയുടെ മാർക്കറ്റിംഗ് ഹെഡായ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ഇത് പറഞ്ഞത്. നമുക്ക് ആ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇതായിരുന്നു: 130 കോടിയോളം രൂപ അടച്ചു, എന്നിട്ടും കേരളത്തിൽ എത്താനാവില്ല എന്ന് അറിയിച്ചത് കരാർ ലംഘനമല്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് മേധാവിയോട്. മറുപടി ഇതാ ഈ കാണുന്ന പോലെയാണ്: നോട്ട് ട്രൂ, നോ വേ. കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ ആണെന്നും അദ്ദേഹം പ്രതികരിക്കുകയാണ്. നേരത്തെ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രം പറഞ്ഞ സമയത്ത് മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനം ഞാൻ പറഞ്ഞിരുന്നു. മന്ത്രി ഒരിക്കൽ പറഞ്ഞത് സർക്കാരിന്റെ ഒരു പണവും ചെലവാക്കുന്നില്ല എന്നാണ് മെസ്സിയെ കൊണ്ടുവരാൻ. കാരണം മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ല, സ്പോൺസർ ആണെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ അതാണോ വാസ്തവം? അല്ല. നമ്മൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന്, നമ്മുടെ ഖജനാവിൽ നിന്ന് 13 ലക്ഷം രൂപയാണ് കേട്ടോ ചെലവായത്. മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും സ്പെയിൻ സന്ദർശിച്ചിരുന്നു. വിവരാവകാശ രേഖ വഴി ലഭിച്ച മറുപടിയിലാണ് ഈ 13 ലക്ഷത്തിന്റെ കണക്കുള്ളത്. അതേ മന്ത്രി ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണം. അർജന്റീനയുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവെച്ചു, പണം കൊടുത്തു, ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ പറഞ്ഞ ഡേറ്റിൽ വരികയാണെങ്കിൽ കേരളത്തിലേക്ക് കളി ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. നമ്മൾ പറഞ്ഞ സമയത്ത്, നമ്മൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ കളിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഇലക്ഷൻ സമയത്തൊക്കെ കളി വെച്ചൊരു ഇവിടെ പ്രശ്നം. എന്തുകൊണ്ടാണ് കേരളമാണെന്ന് പിന്മാറിയെന്ന് അവർ പറയുന്നത്? ആര് പറയുന്നതെന്ന് വിശ്വാസ്യത ഇല്ലാത്തൊരു ചാറ്റാണ്. എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കൊരു കത്ത് തരാൻ പറ. ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തല്ലോ ധാരാളം ചാറ്റുകൾ.
ഞാൻ കാണിച്ചു കൊടുത്തുള്ളൂ. ഈ പറയുന്ന ലിയാൻഡ്രോൻ്റെ ചാറ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്തുള്ളൂ. മന്ത്രിയും സംഘവും സ്പെയിൻ കണ്ട വകയിൽ ചെലവായ 13 ലക്ഷത്തിന്റെ ഉത്തരവാദിത്തം ശരിക്കും ആർക്കാണ്? അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം, സ്പോൺസർ ആണോ പ്രശ്നം എന്നുള്ളതാണ്. സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പണം സ്വരൂപിക്കാൻ കഴിയാഞ്ഞതാണോ പ്രശ്നങ്ങൾക്ക് കാരണം? ഫെബ്രുവരിയിലാണ് ശരിക്കും പണം അടക്കേണ്ടിയിരുന്നത്. കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ മത്സരക്രമം, കളിക്കേണ്ട ഇടങ്ങളൊക്കെ തീരുമാനിക്കുക. സ്പോൺസർ പണം അടച്ചത് ജൂൺ 6-ലാണ്. നമ്മൾ ഒക്ടോബർ 2026 ജൂൺ 6-ാം തീയതി അവർക്ക് നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ തുകയെ നമുക്ക് അവർക്ക് അയച്ചു. അയച്ചതിന് ശേഷം 9-ാം തീയതി നമ്മൾ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയോ എന്ന് ചോദിച്ച് നമ്മൾ അവരോട് മെയിൽ അയച്ചപ്പോൾ കൺഫേം ചെയ്തിട്ട് അറിയിക്കാം എന്ന് പറയുകയും 12-ാം തീയതി അവർ നിങ്ങൾ അയച്ച മുഴുവൻ പൈസയും ക്രെഡിറ്റായി എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് 2026 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 2026 ജൂണിൽ ലോകകപ്പാണ്. അടുത്ത ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഫുട്ബോൾ അർജന്റീന ടീമിനെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരോ എന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ ടി വിക്ക് അതിനോട് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ നടപടി സ്വീകരിക്കും. താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്ന് TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, മെസ്സി വരും എന്ന് കേട്ട സമയം മുതൽ തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോൾ വരും, എങ്ങനെ വരും, ആർക്കെതിരെയായിരിക്കും മത്സരം, എവിടെയായിരിക്കും ആ മത്സരം നടക്കുക, സ്റ്റേഡിയം എവിടെയായിരിക്കും, അതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. മൊത്തം ഫൗൾ പ്ലേ ആണോ ഹരി? ലയണൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഒപ്പം തന്നെ സ്പോൺസറും കായിക മന്ത്രിയും പരസ്പരം പന്ത് തട്ടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ലയണൽ മെസ്സി ഒരു വട്ടമെങ്കിലും കേരളത്തിൽ എത്തണമെന്നും ഇവിടെ ഫുട്ബോൾ കളിക്കുന്നതൊന്ന് കാണണം എന്നുള്ളതൊക്കെ ആയിരിക്കും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ മന്ത്രിയുടെയും കായിക മന്ത്രിയുടെയും സ്പോൺസറുടെയും പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു ഉറപ്പും നമുക്ക് പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല. മന്ത്രിയോട് ലയണൽ മെസ്സി ഇക്കൊല്ലം കേരളത്തിൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് വരില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് മന്ത്രി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു ഈ വർഷം വരാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞു. അടുത്ത വർഷം വരാം എന്നൊക്കെയാണ് മന്ത്രിയോട് പറഞ്ഞത് എന്നുള്ള രീതിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സ്പോൺസറോട് ഈ വിഷയത്തെ പറ്റി ചോദിക്കുമ്പോഴും സ്പോൺസർ പറയുന്നത് ഇതാണ്, ഇതുവരെ AFL നിന്നൊരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. അർജന്റീനൻ ഫുട്ബോൾ ടീം ഇപ്പോൾ കേരളത്തിലേക്കില്ല എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല എന്ന് സ്പോൺസറും പറയുന്നുണ്ട്. അതേസമയം തന്നെ സ്പോൺസർ പറയുന്നു ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലല്ല മറ്റെവിടെയെങ്കിലും കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും, കേരളത്തിൽ കളിക്കാതെ മറ്റൊരിടത്തും കളിക്കാൻ അവരെ അനുവദിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പോൺസറൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്ക് പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല. മാത്രമല്ല കേരളത്തിലെ തന്നെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പോർട്സ് വിദഗ്ധരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വർഷം എന്തായാലും അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വർഷം വന്നില്ലെങ്കിൽ അടുത്ത വർഷം വരാൻ അവർ സന്നദ്ധ അറിയിച്ചാലും കേരളത്തിലെ കായിക വകുപ്പിനും അടുത്ത വർഷം അവരെ കൊണ്ടുവരാൻ താല്പര്യമില്ല. സ്പോൺസർക്കും അടുത്ത വർഷം അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരാൻ താല്പര്യം. അതാണ് നിലവിലെ അവസ്ഥ. ഈ അമിതാവേശത്തിൽ കേരളത്തിലേക്ക് വരാതെ ഇന്ത്യയിൽ എവിടെയും ഇനി കളിക്കാമെന്ന് മെസ്സി പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ സ്പോൺസർ പറയുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, മെസ്സി ആരാധകരോടാണ്, മെസ്സി വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്കല്ല, മുംബൈയിലേക്കും കൊൽക്കത്തയിലേക്കും ഡൽഹിയിലേക്കും എന്ന് മാത്രം. അപ്പോൾ മെസ്സി ഇന്ത്യയിലേക്ക് വരുമ്പോൾ എവിടേക്കൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് മെസ്സിയുടെ പരിപാടികളെന്ന് പറഞ്ഞു പോകാം. കേരളത്തിൽ എന്തായാലും മെസ്സിക്ക് സ്റ്റോപ്പ് ഇല്ല എന്ന് ഉറപ്പാണ്. ഡിസംബർ 12-നാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുക. 3 ദിവസം നമ്മുടെ ഇന്ത്യയിലുണ്ടാകും. ഡിസംബർ 12 രാത്രി 10 മണിക്ക് കൊൽക്കത്തയിൽ വിമാനമിറങ്ങും മെസ്സി. 15-ാം തീയതി വരെ ഇന്ത്യയിലുണ്ടാകും. കൊൽക്കത്തയ്ക്ക് പുറമെ അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി, അതായത് 4 നഗരങ്ങളിലായിരിക്കും മെസ്സിയുടെ സന്ദർശനം. ഈ സന്ദർശന പരിപാടി 12-ാം തീയതി രാത്രി എത്തും. സന്ദർശന പരിപാടി
13-ാം തീയതി മുതലായിരിക്കും ആരംഭിക്കുക. ആദ്യത്തെ പരിപാടി കൊൽക്കത്തയിലാണ്. 70 അടി ഉയരമുള്ള മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നിലവിലെ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ലോകത്തിൽ തന്നെ മെസ്സിയുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് കൊൽക്കത്തയിൽ അനാച്ഛാദനം ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പ്രദർശന സോഫ്റ്റ് ബോൾ മത്സരമുണ്ടാകും. കൊൽക്കത്തയിൽ നിന്ന് നേരെ ഈ സോഫ്റ്റ് ബോൾ മത്സരത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇതിഹാസ താരങ്ങളായ ലിയാൻഡർ പേഴ്സ്, അതോടൊപ്പം തന്നെ സൗരവ് ഗംഗുലി, ബൈചുങ് ഭൂട്ടിയ എന്നിവർക്കൊപ്പമായിരിക്കും മെസ്സി ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. കൊൽക്കത്തയിൽ നിന്ന് നേരെ മുംബൈയിലേക്കായിരിക്കും മെസ്സി പോവുക 14-ാം തീയതി. അവിടെ ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ച് പ്രമുഖരെ മെസ്സി കാണും. അത് കഴിഞ്ഞ് വാങ്ഡേ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെയും സ്വീകരണമുണ്ട്. വാങ്ഡേ സ്റ്റേഡിയത്തിൽ സ്വീകരണമുണ്ട്. 15-ാം തീയതിയായിരിക്കും ഡൽഹിയിലേക്ക് രാജ്യതലസ്ഥാനത്തേക്ക് എത്തുക. ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്ത് സ്വീകരണ ചടങ്ങുണ്ട്. ആരാധകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലയണൽ മെസ്സി ഒരു കൂടിക്കാഴ്ചയും നമ്മൾ ഈ വരവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മെസ്സി ആരാധകരെ സംബന്ധിച്ച് കാണാൻ കഴിയും. കാരണം കാൽപന്ത് കേരളത്തിന്റെ രക്തത്തിലുള്ള കാര്യമാണ്. അപ്പോൾ മെസ്സി വരുമെന്നുള്ളത് അവർ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ വരില്ല എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആരാധകർക്ക് വലിയ നിരാശയുണ്ട്. കേൾക്കാം മെസ്സിയുടെ ആരാധകർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കി. ഇപ്പോൾ മന്ത്രി വരില്ല എന്ന് പറയുന്നു. ഇല്ലല്ലേ, മെസ്സി ഒറ്റയ്ക്ക് ഉറപ്പാ. മെസ്സി അങ്ങനെ തന്നെയാണ്. പൈസ വാങ്ങിയാൽ പിന്നെ പോയതാ. സത്യാവസ്ഥ എന്നപ്പോൾ നമുക്കറിയില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയാ, വരുന്ന കുറേ പ്രതീക്ഷിച്ചിരുന്നു, കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കാണാറ്റില്ല. നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സിനെ കാണാൻ, നഷ്ടപ്പെട്ട്. മന്ത്രി വേണമെന്ന് നോക്കണ്ടല്ലോ, മെസ്സിൻ്റെ കാര്യമല്ലേ, മെസ്സിൻ്റെ സേഫ്റ്റിയാണ് മെസ്സി നോക്കുക. അപ്പം അങ്ങനെ ആക്കി ഗ്രൗണ്ടില്ല. ഒന്നാമത് കൊച്ചി സ്റ്റേഡിയൊക്കെ പൊടിയാനായിരിക്കും. ആ അവസ്ഥയിൽ അത്രയും കാണാനും താങ്ങാനുള്ള ശേഷിയില്ല സ്റ്റേഡിയത്തിൽ. നിരാശ വരാത്തത് നിരാശ തന്നെയാണ്. പിന്നെ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഏതൊക്കെ റൂട്ടിലാണ് അവർ സഞ്ചരിച്ചത്, അത് കിട്ടുമെന്നുള്ളത് നമ്മളറിയുന്ന കാര്യമല്ല. വന്നിരുന്നെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരുന്നു. അർജന്റീന പോലത്തെ ഒരു ടീമൊക്കെ കേരളത്തിൽ വന്നാൽ വളരെ നന്നായിരുന്നു. നഷ്ടം തന്നെയാണ്, നമ്മൾക്ക് നഷ്ടം തന്നെയാണത്. ഭയങ്കര നിരാശയായിപ്പോയി മെസ്സി വരാതെ. മെസ്സി വന്ന അടിപൊളിയായേനെ. ടീമിനൊക്കെ കാണാൻ ഇതുണ്ടായിരുന്നു, ടീമിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊരു നല്ല ആശയം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് മെസ്സി വരുന്നില്ല എങ്കിൽ ആ പണം ഉപയോഗിച്ച് 100 സ്റ്റേഡിയം പണിയാമെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. കുട്ടികൾക്ക് കളിക്കാൻ അത് സൗകര്യപ്പെടും. സ്റ്റേഡിയങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സിയുടെ പേര് നൽകാമെന്നും വി ശിവൻകുട്ടി പറയുന്നു. മെസ്സി വരുന്നതും കൊള്ളാം, നല്ലത് തന്നെയാണ്. എന്നാൽ മെസ്സി വരുന്നില്ലെങ്കിൽ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 100 കോടി രൂപ മുടക്കി നമുക്കൊരു കേരളത്തിലാകെ ഒരു 100 സ്റ്റേഡിയം നിർമ്മിച്ചിട്ടാൽ അത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും എന്നും മെസ്സിയുടെ പേരും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. എന്നും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. മറ്റേ മെസ്സി വന്നിറങ്ങി അങ്ങ് പോവുകയുള്ളൂ. മറ്റേ നമുക്ക് നമ്മുടെ ജീവിത ആയുഷ്കാലം അത് പ്രയോജനപ്പെടുത്താം, കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. സ്വാഭാവികമായും പ്രതിപക്ഷത്തിനും പറയാനുണ്ടാകുമല്ലോ. കേരള സർക്കാരാണ് മെസ്സിയുടെ വരവ് അട്ടിമറിച്ചതെന്നും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വെളിപ്പെടുത്തൽ ഗുരുതരമെന്നും പറയുന്നു ഷാഫി പറമ്പിൽ MP. ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണം. മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന പ്രചാരണം സർക്കാർ തള്ളിമറിച്ചുണ്ടാക്കിയതാണെന്നും പറയുന്നു ഷാഫി പറമ്പിൽ. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന, അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ചൊരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത്. ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല. പക്ഷേ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളിമറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത്. ഇപ്പോൾ ഇത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു, കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ആളുകളുടെ ഒരു ഇഷ്ടത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതിന് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്.